നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ കേരളത്തിലെ വിജയം ഇവിടെ UDF ക്യാമ്പുകളിലൊക്കെ തന്നെ ആവേശം പകരുമ്പോഴും ഒരു ഭരണമാറ്റം നടന്നതിൻ്റെ സന്തോഷത്തിൽ ജനങ്ങൾ ആഘോഷിക്കുമ്പോഴും എല്ലാവരെയും ഞെട്ടിച്ച ഒരു റിസൾട്ട് തന്നെയായിരുന്നു തമിഴ്നാട്ടിൽ TVK വിജയുടെ നേതൃത്വത്തിൽ ജയിച്ചു കയറിയത്. തുടക്കം മുതൽ തന്നെ 100-ന് മുകളിലുള്ള ആ ലീഡ് അത് അവസാനം വരെ അതേ ലീഡ് തന്നെയാണ് ഉയർത്തി നിന്നത്. ഒരിടത്ത് പോലും പുറകിലേക്ക് പോയില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു ചരിത്ര വിജയം തന്നെയാണ്. ഒരാൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയം തന്നെയാണ് അവിടെ വിജയ് നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും വിജയുടെ വിജയം സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് യങ്സ്റ്റേഴ്സാണ് വിജയ് ആരാധകരും വിജയെ സ്നേഹിക്കുന്ന, ഒരുപക്ഷെ വിജയുടെ പാർട്ടിയെ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയെ സ്നേഹിക്കുന്നവരായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട ആരാധകരായിട്ടുള്ളവരായിരിക്കാം. ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവരും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സൊക്കെ തന്നെ വിജയെ പുകഴ്ത്തിക്കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല മുൻപത്തെ സിനിമകളിലൊക്കെ പറയുന്ന ചില മാസ് ഡയലോഗുകളൊക്കെ തന്നെ കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിപ്പിക്കും അണ്ണൻ തമിഴ്നാടിൻ്റെ CM ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി സോഷ്യൽ മീഡിയ വീഡിയോസൊക്കെ തന്നെ പുറത്ത് വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷന് മുമ്പ് എല്ലാ സർവേകളിലും തമിഴ്നാട്ടിൽ സ്റ്റാലിനും DMKയുമാണ് മുന്നിട്ട് നിന്നത്. എക്സിറ്റ് പോളിൽ ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് TVKയുടെ മുന്നേറ്റം പ്രവചിച്ചത്. ദേശീയ മാധ്യമങ്ങൾ വരെ രാജ്യത്തെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി എഴുതിയത് DMK തലവൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ്റെ പേരാണ്. ഒരു വേള ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും സ്റ്റാലിൻ പരിഗണിക്കപ്പെട്ടു. തമിഴകത്തെ സാധാരണക്കാരിൽ വരെ സ്റ്റാലിൻ ഒരു ഇമേജ് ഉണ്ട് എന്നത് സത്യമാണ്. സ്റ്റാലിൻ കാലത്ത് തമിഴകം വികസനത്തിൽ കുതിച്ചുയർന്ന കാലം കൂടിയായിരുന്നു. പക്ഷേ എന്നിട്ടും DMKക്ക് ഇത്തവണ അടിതെറ്റി. കൊളത്തൂരിലെ തൻ്റെ പരമ്പരാഗത മണ്ഡലത്തിൽ സ്റ്റാലിൻ 8785 വോട്ടുകൾക്ക് തോറ്റുവെന്നത് ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് DMKയുടെ പരമ്പരാഗത വോട്ടുകളിൽ ഈ രീതിയിൽ വിജയ് വിള്ളലുണ്ടാക്കുമെന്ന് ആരും കരുതിയില്ല. AIADMK BJP സഖ്യത്തിൻ്റെ വോട്ടല്ല, DMK എന്ന ഏതാണ്ട് കേഡർ സെറ്റപ്പുള്ള പാർട്ടിയുടെ വോട്ടാണ് വിജയ് പിടിച്ചത്. അതിന് പിന്നിൽ അവസാന നിമിഷം TVK നടത്തിയ ചില പൂഴിക്കടകനുകളുണ്ട്. ഏതായാലും വിജയുടെ അരങ്ങേറ്റത്തിൽ ശ്രദ്ധേയമായ പ്രകടനം കുറിച്ച ദളപതി വിജയ് തമിഴ്നാട്ടിൽ ശക്തമായ ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വന്നിട്ടുണ്ട്. കുടുംബവസതിയിൽ നടന്ന ആഘോഷങ്ങളിൽ സംഗീതവും നൃത്തവും ഉണ്ടായിരുന്നു. വിജയുടെ ആദ്യ രാഷ്ട്രീയ വിജയത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. തമിഴക വെട്രി കഴക മേധാവി എന്ന നിലയിൽ MG രാമചന്ദ്രൻ, ജയലളിത തുടങ്ങിയ പ്രശസ്ത താരരാഷ്ട്രീയക്കാർക്കും വിജയ്ക്കുമിടയിലെ സമാനതകൾ ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു ഹേമ മാലിനിയുടെ പോസ്റ്റ്. പാർട്ടിയുടെ കുതിപ്പിനെ പ്രശംസിച്ചുകൊണ്ട് ഹേമ മാലിനി വിജയെ തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള വ്യക്തിയെന്നും വിളിച്ചു. പുതുച്ചേരിയിൽ BJP ആവർത്തിച്ചുള്ള വിജയം കണ്ടു. നല്ല ഭരണം പാർട്ടിയെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം ദ്രാവിഡ മേധാവിത്വത്തിൽ നിന്ന് പുറത്തു കടന്നു. പുതിയ രാഷ്ട്രീയ താരമായ ജോസഫ് വിജയ്ക്ക് യുവാക്കൾ കൂട്ടത്തോടെ വോട്ട് ചെയ്തു. ഇതൊരു സുനാമിയായിരുന്നു. മിക്കവാറും തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വിജയ്ക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ റോളിൽ ആശംസകൾ നേരുന്നു എന്നാണ് AR റഹ്മാൻ പറഞ്ഞത്. പിന്നെയും പോസ്റ്റുകൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ട വിജയ്, അഴിമതി രഹിത രാഷ്ട്രീയം, സാമൂഹിക നീതി, സമത്വം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തമിഴ്നാടിനെ മുൻനിരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നേതാവെന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നുള്ള കുറിപ്പുകൾ വരുന്നു. ഏതായാലും തമിഴരെയും ആഘോഷിക്കുന്ന ഒരു യാത്രയാകട്ടെ. കലയും സമൃദ്ധിയും നിറഞ്ഞൊരു നഗരമായി ചെന്നൈ മാറട്ടെ. വിഭാഗീയതകളെ നിരാകരിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തോടെ എന്നാണ് റഹ്മാൻ എക്സ് പോസ്റ്റിൽ കുറിച്ചത്. വിജയിച്ച തമിഴക വെട്രി കഴകത്തിൻ്റെ പ്രസിഡന്റ് വിജയ്ക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എന്നാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പോസ്റ്റ് ചെയ്തത്. വിജയ് നടത്തിയ വാഗ്ദാന പെരുമഴ മൂലം സ്ത്രീ വോട്ടർമാരിൽ ഉണ്ടായ ഷിഫ്റ്റാണ് ഇപ്പോൾ അസാധാരണമായ വിജയത്തിന് കാരണമായി തമിഴ്നാട്ടുകാർ പറയുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വധുക്കൾക്ക് 1 പവൻ സ്വർണവും 1 പട്ട് സാരിയും നൽകുമെന്നതാണ് ഈ വാഗ്ദാനം.
ഇത് BPL കുടുംബങ്ങൾക്കാണ് നൽകുന്നത്. എന്നാൽ TVK പ്രവർത്തകർ ഇക്കാര്യം മറച്ചുവെച്ചു. വിവാഹിതാവുന്ന എല്ലാവർക്കും 1 പവൻ കിട്ടുമെന്നും അവർ പ്രചരിപ്പിച്ചു. എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിനങ്ങളിൽ TVKയ്ക്ക് അധികാരം കിട്ടിയാൽ ഇത് 5 പവനായി ഉയർത്തുമെന്ന് പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇതടക്കം വനിതകൾക്കിടയിൽ ഒരു രഹസ്യ തരംഗമായി മാറി. 60 വയസ്സിന് താഴെയുള്ള എല്ലാ കുടുംബനാഥകളായ സ്ത്രീകൾക്കും പ്രതിമാസം 2500 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്നും വിജയ് പറയുന്നു. ഓരോ കുടുംബത്തിനും വർഷത്തിൽ 6 LPG സിലിണ്ടറുകൾ സൗജന്യമായി നൽകും. പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ അമ്മമാർക്കോ രക്ഷിതാക്കൾക്കോ വർഷത്തിൽ 15,000 രൂപ ധനസഹായം നൽകും. സ്വയം സഹായ സംഘങ്ങൾ നടത്തുന്ന സ്ത്രീകൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ലഭ്യമാക്കും. പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണ മോതിരവും ബേബി കിറ്റും നൽകുന്ന തായ് മാമൻ തങ്കമോതിരം പദ്ധതിയും വാഗ്ദാനത്തിലുണ്ട്. ഈ പദ്ധതികളെ അണ്ണൻ ഷീർ തട്ടം, അതായത് സഹോദരന്റെ സമ്മാനം എന്ന പേരിലാണ് വിജയ് അവതരിപ്പിച്ചിരിക്കുന്നത്. DMK, AIADMK തുടങ്ങിയ മുന്നണികൾ നൽകുന്ന വാഗ്ദാനങ്ങളെക്കാൾ വലിയ തുകകളും ആനുകൂല്യങ്ങളും വിജയ് പ്രഖ്യാപിച്ചത് സ്ത്രീകൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിച്ചിരുന്നു. ഇതൊരു നിശബ്ദ തരംഗമായി എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആരാധകരുള്ള നടനാണ് വിജയ്. യുവാക്കളുടെ വോട്ടുകളും വിജയിലേക്ക് ഒഴുകി. യുവജനങ്ങളുടെയും ആദ്യമായി വോട്ട് ചെയ്യുന്നവരുടെയും വോട്ടുകളും വലിയ തോതിൽ TVKയിലേക്ക് മാറിയെന്ന് ഇലക്ഷന് ശേഷം തമിഴ് മാധ്യമങ്ങൾ പറയുന്നു. 5 വർഷത്തെ ഭരണത്തിന് ശേഷം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം ഇത്തവണ DMKയ്ക്ക് ശക്തമായ വെല്ലുവിളിയായി. ക്രമസമാധാന നിലയിലെ വീഴ്ചകൾ, മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനം തുടങ്ങിയവ വിജയ് ഉയർത്തിക്കാട്ടി. സർക്കാരിലെ പ്രമുഖ മന്ത്രിമാർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും കേസുകളും ജനങ്ങൾക്കിടയിലും പാർട്ടിക്കും അവമതിപ്പുണ്ടാക്കി. വോട്ടെണ്ണൽ വേളയിൽ 31 മന്ത്രിമാർ വരെ പിന്നിലായത് ഇതിന്റെ സൂചനയാണ്. നടൻ വിജയ് ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം അഴിമതിയായിരുന്നു. നിലവിലെ ഭരണകൂടം അഴിമതിയുടെയും കൊള്ളയുടെയും കേന്ദ്രമാണെന്ന് വിജയ് ആവർത്തിച്ച് ആരോപിച്ചു. സ്റ്റാലിൻ്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ അഴിമതിയും കോഴയുമാണെന്നും വെല്ലൂർ സമ്മേളനത്തിൽ അദ്ദേഹം പരിഹസിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്നും കുടുംബവാഴ്ച ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒപ്പം തന്നെ ഉദയനിധി സ്റ്റാലിൻ്റെ രാഷ്ട്രീയ വളർച്ചയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഈ ആരോപണങ്ങൾ. 2021 തെരഞ്ഞെടുപ്പിൽ നൽകിയ പല വാഗ്ദാനങ്ങളും വൈദ്യുതി ബിൽ കുറയ്ക്കുക തുടങ്ങിയവ പാലിക്കുന്നതിലും സ്റ്റാലിൻ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് വിജയ് ചൂണ്ടിക്കാട്ടി. DMK മോഡൽ ഉൾട്ട മോഡൽ ആണെന്നും അദ്ദേഹം പരിഹസിച്ചു. സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതായും സ്ത്രീകൾക്കും സുരക്ഷിതയില്ലെന്നും വിജയ് ആരോപിക്കുന്നുണ്ട്. കഞ്ചാവ് മാഫിയയുടെ വളർച്ചയും കച്ചവടക്കാരുടെ പീഡനങ്ങളും അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിൽ പ്രധാനമായി ഉന്നയിച്ചു. തൻ്റെ റാലികൾ തടയാൻ സ്റ്റാലിൻ പോലീസ് സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും സുരക്ഷ നിഷേധിക്കാൻ ശ്രമിക്കുന്നുവെന്നും വിജയ് ആരോപിക്കുന്നു. DMKയെ തിന്മയുടെ ശക്തി എന്നാണ് വിജയ് വിശേഷിപ്പിച്ചത്. ഈ രീതിയിലുള്ള വിജയത്തിൻ്റെ ക്യാമ്പയിൻ ഒരു രഹസ്യ തരംഗമായി മാറുകയാണെന്ന് മാധ്യമങ്ങൾക്ക് പോലും പ്രവചിക്കാൻ പറ്റിയില്ല.